എൻ്റെ പേര് ഷാഹിൻ ഷാ. സ്ഥാപനത്തിൻ്റെ പേര് ലൈഫ് സ്പൈസസ് എന്നാണ്. നമ്മുടെ സ്ഥലം വരുന്നത് പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡ് സംസ്കൃത കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. സ്ഥാപനം തുടങ്ങിയിട്ട് വലിയപ്പായിട്ട് തുടങ്ങിയതാണ്. 85 കാലഘട്ടത്തിൽ 1985. പിന്നീട് വലിയപ്പായിരുന്നു. ഒരു 2010-9 വരെ വലിയപ്പായിരുന്നു. പിന്നെ അത് ഫാദർ എടുത്തിട്ട് പിന്നെ ഫാദറാണ് നടത്തുന്നത്. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ മസാലകളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളായിട്ട് ചെയ്യാൻ ഇറച്ചി മസാല, ചിക്കൻ മസാല, മീൻ മസാല, അങ്ങനെ മസാലകൾ, ഗരം മസാല, പിന്നെ വയനാട് നിന്ന് വരുന്ന അച്ചാറുകൾ, പിന്നെ തേന്, മൈലാഞ്ചി പൊടി, നീലാമരി, പിന്നെ രാഗിപ്പൊടി, കുട്ടികൾക്ക് കൊടുക്കണ ധാന്യക്കൂട്ടുണ്ട്, പിന്നെ എന്താണ് അവരപ്പൊടി, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ മസാലകളും ഉണ്ട്. തന്നെ ആകുമ്പോൾ നമ്മൾ തന്നെ ആട്ടിയിട്ട് നമ്മൾ തന്നെ വെക്കണതാണ്. വെളിച്ചെണ്ണ ആയിട്ടുണ്ട്, നല്ലെണ്ണ ആയിട്ടുണ്ട്, എല്ലാം ആട്ടിയിട്ട് നമ്മൾ തന്നെ ഉള്ള ആട്ടിട്ട് വെക്കും. മില്ല് അപ്പുറത്തുണ്ട്, മില്ലുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അത് നമ്മൾ പൊടിപ്പിച്ച് കൊടുക്കും. കടകൾക്കുള്ളതും പൊടിച്ചു കൊടുക്കും, ബൾക്കായിട്ട് വരുന്നതും പൊടിച്ചു കൊടുക്കും. ഇപ്പോൾ മുതലേ ഇവിടെ ഉണ്ട്. വലിയപ്പുള്ള കാലം കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പുറത്തേക്കൊന്നും പോകാതെ ഇതിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ മെയിനായിട്ടൊന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി. ആദ്യം ഇല്ലായിരുന്നു. അത് ഇപ്പാക്ക് വന്ന ആശയമായിരുന്നു. ഇപ്പം ആദ്യം ഗൾഫിലായിരുന്നു. പിന്നെ ഇപ്പാക്ക് വന്ന് ഇവിടെ അങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ആശയം വന്നിട്ട് 2009-2010 ആ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അതിന് ശേഷം ഇപ്പോൾ ഒരു വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു സാധനം മേടിച്ച് കൊണ്ടുപോയാൽ അവർക്കത് സാറ്റിസ്ഫൈഡാണ്. പിന്നെയും വന്നിട്ട് അവർ നന്നായി സാധനം നന്നു പറഞ്ഞിട്ട് പിന്നെയും വന്ന് മേടിച്ച് കൊണ്ടുപോകില്ല. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ അങ്ങനത്തെ പബ്ലിസിറ്റി കാരണമാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരില്ല. ഇതിപ്പോൾ ഇറച്ചി മസാല പറയുമ്പോൾ ഇത് നമ്മൾ തന്നെ സാധനം മേടിച്ച് നമ്മൾ തന്നെ വറുത്ത് പൊടിക്കുകയാണ്. നമ്മൾ വറുത്തിട്ട് പൊടിക്കുകയാണ്. അതാകുമ്പോൾ എത്ര കാലമാണെങ്കിലും ഇരിക്കും. പിന്നെ പാക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പാക്കറ്റൊക്കെ നമ്മൾ ഒരു സ്പൂൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ 1/2 സ്പൂൺ ഇട്ടാൽ മതി. അതിന് അത്ര കൂട്ടധികമാണ്. പിന്നെ ചിക്കൻ മസാല അതും അതേമാതിരി വറുത്ത് പൊടിക്കണം. മസാലകളൊക്കെ ഒരുവിധം നമ്മളെല്ലാം ഈ സാമ്പാർ പൊടി ആയാലും അച്ചാർ പൊടി ആയാലും ഗരം മസാലയൊക്കെ ആയാലും നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിക്കുക. പിന്നെ മൈലാഞ്ചി പൊടി, നീലാമരി മെയിനായിട്ട് ഡൈ ചെയ്യാൻ ഈ നരച്ചോര് മുടിമൊക്കെ ചോപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ്. നീലാമരി ആണെങ്കിൽ നേരെ മറിച്ച് അത് മൈലാഞ്ചി ഇട്ടതിന് ശേഷം അതിൻ്റെ മേലക്കൂടെ ഇട്ടിട്ട് ഡൈ ചെയ്യിക്കും. അതായത് നീലാമരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചോപ്പ് പോയിട്ട് ഒന്ന് കറുപ്പ് നിറം വരും. അതിനാണ് നീലാമരി യൂസ് ചെയ്യുക. പിന്നെ കസ്തൂരി മഞ്ഞൾ, ദാശാമിനി, കൂവപ്പൊടി, ചെറുപയർ പൊടി, ചാമരി, അങ്ങനെ ഒരു ഇതെല്ലാം. ഇതാണ് മുളക് പൊടി നമ്മൾ നല്ല മുളക് നോക്കി മേടിച്ച് അത് വൃത്തിയാക്കി പൊടിച്ച് അങ്ങനെ ഇടണതാണ്. പിന്നെ വേറെ ആയിട്ട് പിന്നെ നമ്മുടെ അടുത്ത് കാശ്മീരി മുളകാണ് ഉള്ളത്. കാശ്മീരി പറയുമ്പോൾ നല്ല കളർ, അത് മറ്റേ എരിവില്ലാത്ത ടൈപ്പാണ്. നമ്മുടെ മാർക്കറ്റിൽ കൂടുതലും ഇവിടെ മുളക് മെലിഞ്ഞിട്ട് പിരിഞ്ഞിട്ടുള്ള കാശ്മീരിയാണ് വരുന്നത്. അതാണ് ഈ പൊടിച്ച് കഴിഞ്ഞാൽ എരിവേകാരം. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ എരിവുണ്ടാവില്ല, കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മല്ലിപ്പൊടി പറയുമ്പോൾ നമ്മൾ വറുത്ത് പൊടിക്കണതാണ്. അങ്ങനെ പിന്നെ അടുത്ത് പിന്നെ നമ്മുടെ മഞ്ഞളൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി മഞ്ഞൾ നോക്കി മേടിച്ച് ഇട്ടാണ് പൊടിക്കണത്. ഇത് വയനാട്ടിലത്തെ കാട്ടുതേനാണ്. തേനിലാണ് നമ്മുടെ അടുത്തൊരു 3-4 തരമുണ്ട്. കുറ്റിത്തേനുണ്ട്, കൊമ്പ് തേനുണ്ട്, ചെറുതേനുണ്ട്, വലുതേനുണ്ട്, അങ്ങനെ 3-4 തരം തേനാണ്. ഇത് ആദ്യം നമ്മളവിടെ പോയി ആൾക്കാരെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ എടുത്ത് തുടങ്ങിയതാണ്. സ്ഥിരമായി ഫാമിലി സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഈ വറക്കണ കാര്യം പറഞ്ഞില്ലേ, മസാലയുടെ വറക്കണം, അതൊക്കെ ഉമ്മയെ വറക്കുക. നമ്മളിവിടുന്ന് കൂട്ട് റെഡിയാക്കിയിട്ട് വീട്ടിൽ കൊടുക്കല. ഉമ്മ തന്നെ വറുത്തിട്ടായി തരും. അങ്ങനെ പൊടിക്കല. പിന്നെ വലിയ ഫാമിലിയായിട്ട് ആദ്യം ഫാമിലി എല്ലാവരും അവിടെ തുടങ്ങിയതാണ്. പിന്നെ എന്താ വെച്ചാൽ ആൾക്കാർക്ക് നല്ലത് എത്തിക്കുക എന്നുള്ളൊരു ഇത് മാത്രം. നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി എത്തിക്കുക. ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നും വരുത്താതെ ഇങ്ങനെ കൊണ്ടുപോകും. ഇതാണ് അവിൽ മിച്ചർ. നമ്മൾ ഈ സ്നാക്കായിട്ട് ഉപയോഗിക്കണം. അത് കുറച്ച് മധുരമൊക്കെ ഉള്ള ടൈപ്പാണ്. ഇതിൽ കടല, പൊട്ടുകടല,
ഒക്കെ വന്നിട്ട് അങ്ങനെ വറുത്തെടുക്കണതാണ് അതെന്ത് ഉപയോഗിക്കണം? പുട്ടുണ്ടാക്കാൻ. പണ്ട് കാലത്തൊക്കെ എല്ലാവരും കപ്പ പുട്ടാ കഴിച്ചിരുന്നത്. അത് പറഞ്ഞാൽ നമ്മൾ അതിന് അത് കഴിക്കുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട, അത് നമുക്ക് അങ്ങനെ കഴിക്കാം. അതല്ലേ? ആ ഭയങ്കര രസമാണ്. നിങ്ങൾ കുടിക്കണ അത് നമ്മൾ പൊടിക്കണം. അത് പൂളക്കിഴങ്ങ് പൊടിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിക്കുക. അത് പിന്നെ ഉണ്ടാക്കി എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുട്ടുപൊടിയിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിയുക. പകുതി പുട്ടുപൊടിയും പകുതി കപ്പപ്പൊടിയും പിന്നെ കപ്പപ്പൊടി മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട്. പിന്നെ രാഗിപ്പൊടി ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്താണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മളതിൽ ലൈസൻസ് FSSAI എല്ലാം ഉണ്ട്. എല്ലാം ഒന്ന് പാക്കിങ്ങിലായിട്ട് ഇറക്കിയിട്ട് മാർക്കറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെർപ്പളശ്ശേരി റോഡിൽ, പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിൽ, സംസ്കൃത കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെർപ്പളശ്ശേരി റോഡിൽ സ്ഥാപനത്തിൻ്റെ പേര് ലൈവ് സ്പേസസ്.